പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3 ദിവസം കൊണ്ട് സ്കിന്നൊക്കെ നന്നായിട്ട് ബ്രൈറ്റനിങ് തരുന്ന, സ്കിന്നിലെ പാടുകളും ചുളിവുകളും വരകളും എല്ലാം മാറിയിട്ട് നന്നായിട്ട് നിറം വെക്കാൻ വേണ്ടി ഒരു അടിപൊളി ഫേസ് പാക്ക് നമുക്ക് വീട്ടിൽ എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. തുടർച്ചയായിട്ടൊരു 3 ദിവസം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. 3 സ്പൂൺ പച്ചരിയാണ് കേട്ടോ ഇതിന് നമുക്ക് ആവശ്യം. പച്ചരിയാണ് ഏറെ നല്ലത് കേട്ടോ. നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിനും നമ്മുടെ ആൻറ്റി ഏജിങ്ങിനും ഒക്കെ നല്ലതാണ് നമ്മുടെ പച്ചരി. അപ്പോൾ പച്ചരി എടുക്കുക. പച്ചരി എടുത്ത് അതിനകത്തോട്ട് അല്പം 3 സ്പൂൺ പച്ചരിയാണ് എടുത്തേക്കുന്നത്. അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കണം. നന്നായിട്ട് ഇതുപോലെ നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം മാത്രമേ പച്ചരി ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. നന്നായിട്ടൊരു 3-4 വെള്ളത്തിൽ നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കണം. നന്നായിട്ട് ഇതുപോലെ കഴുകിയതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിർക്കാനിടാം. ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് കുതിർത്തതിന് ശേഷം നമുക്കിനി വേണ്ടുന്ന അലോവേര ജെല്ലാണ്. അലോവേര ജെല്ലിൻ്റെ 2 അറ്റവും നമ്മൾ അലോവേരയുടെ 2 അറ്റവും നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. 2 സൈഡിൽ ഈ മുള്ള് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളഞ്ഞ നടുക്കൂടെ നമുക്കിത് ഇതുപോലെ മുറിച്ചെടുത്ത് അതിൻ്റെ ജെല്ല് മാത്രം നമുക്ക് കുറച്ച് വെള്ളത്തിൽ നമുക്ക് ഇട്ട് വെക്കണം കേട്ടോ. അതിൻ്റെ ജെല്ല് മാത്രം ഇതുപോലെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ തോണ്ടിയെടുക്കണം കേട്ടോ. സ്പൂൺ കൊണ്ട് ചെറുതായിട്ട് നമുക്ക് അതിൻ്റെ ജെല്ല് മാത്രം എടുത്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം മാത്രമേ അലോവേര ജെല്ല് എടുക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ കഴുകി എടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസൊക്കെ ചൊറിയാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊരു കറയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അലോവേര ജെല്ല് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു ജെല്ല് മാത്രം നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് ആ ഒരു ജെല്ല് മാത്രം എടുത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കറ നമ്മുടെ ദേഹത്ത് പറ്റിക്കഴിഞ്ഞാൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ കറയോടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലയിലാണെങ്കിലും ചൊറിയും, നമ്മുടെ ഫേസിലാണെങ്കിലും ഇത് ഇറിറ്റേഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ പ്രത്യേകിച്ച് ഇറിറ്റേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നമ്മൾ ജെല്ലെടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിലിട്ട് നമുക്കിത് കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകി ഞാൻ അല്പം നേരം കുതിർത്താണ് കേട്ടോ എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് ചൊറിയും. അതുകൊണ്ടാണ് ഞാൻ അല്പം നേരം അതിൻ്റെ കറയൊക്കെ കളയാൻ വേണ്ടിയിട്ട് അല്പം നേരം ഞാൻ വെള്ളത്തിലിടാറുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് നമ്മൾ ഈ കുതിർത്ത് വെച്ച പച്ചരി ഉണ്ടല്ലോ, ആ പച്ചരിയും അതുപോലെ തന്നെ നമ്മുടെ അലോവേര ജെല്ലും കൂടെ ഒന്നിച്ചിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം കേട്ടോ. ഈ പച്ചരിയും നമ്മുടെ അലോവേര ജെല്ലും കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അരയ്ക്കുമ്പോൾ ഈ അരി കുതിർത്ത വെള്ളവും കൂടെ ഒഴിക്കാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ ഞാനിത് കാണിക്കാൻ വിട്ടുപോയി. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ഇത് രണ്ടും കൂടെ നമുക്ക് അരിച്ചെടുക്കണം. ഒരു അരിപ്പ് കൊണ്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കുക. നന്നായിട്ട് ഇത് അരിച്ചെടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് ഈ അരിച്ച സാധനം നമുക്ക് അങ്ങനെ മാറ്റി വെക്കാം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളം വേണ്ട മുകളിലോട്ട്, നമ്മുടെ ആ പച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം എല്ലാം മുകളിലോട്ട് ഇങ്ങനെ അടിഞ്ഞ് നിൽക്കും. ഈ വെള്ളം നമുക്ക് ഊറ്റിക്കളയാം. ഊറ്റിക്കളഞ്ഞിട്ട് ആ താഴെയിൽ ആ മട്ട് മാത്രമേ, നമ്മുടെ ഈ പച്ചരിയുടെയും അതുപോലെ തന്നെ അലോവേര ജെല്ലിൻ്റെയും ഈ മട്ട് മാത്രമേ, നമുക്ക് ഈ വെള്ളം ആവശ്യമില്ല, ഈ മട്ട് മാത്രം മതി. നമ്മളങ്ങനെ ആ ഒരു വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് നമ്മളതിൻ്റെ ആ ഒരു മട്ട് മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മട്ടിലോട്ട് നമുക്ക് അല്പം മുൾട്ടാണി മിൽറ്റിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ച് പീൽ പൗഡറും ചേർത്ത് കൊടുക്കാം. നമ്മുടെ സ്കിന്നിനനുസരിച്ച്, നമ്മുടെ സ്കിൻ നന്നായിട്ട് ഓയിലി ആണെന്നുണ്ടെങ്കിൽ മുൾട്ടാണി മിൽറ്റി ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മൾ മുൾട്ടാണി മിൽറ്റി ആഡ് ചെയ്തിട്ടുണ്ട്. മുൾട്ടാണി മിൽറ്റി എല്ലാവർക്കും സ്കിൻ ബ്രൈറ്റനിങ്ങിനും പാടുകൾ മാറാനും ചുളിവുകളും വരകളും ഒക്കെ മാറാൻ വേണ്ടി മുൾട്ടാണി മിൽറ്റി നല്ലതാണ് കേട്ടോ. പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പിമ്പിൾസ് മാറാനും അധികമായിട്ടുള്ള എണ്ണമയം ഒക്കെ മാറാനും ടാനിങ് മാറ്റാനും ഒക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെയാണ് നല്ലതാണ് നമ്മുടെ അലോവേര ജെല്ല്. നമ്മുടെ പാടുകളൊക്കെ മാറാൻ നല്ലതാണ്. നമ്മുടെ ആൻറ്റി ഏജിങ് ഗുണമുള്ള ഒരു സാധനമാണ് അലോവേര ജെല്ല്. അതുപോലെ തന്നെ നമ്മുടെ കരിവാളിപ്പൊക്കെ മാറാനും നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ അരിപ്പൊടി അടിപൊളിയാണ് ആൻറ്റി ഏജിങ്ങിനും. അതുപോലെ തന്നെ നമ്മുടെ പാടുകളൊക്കെ മാറിയിട്ട് ഫേസ് നന്നായിട്ട് നിറം വെക്കാൻ വേണ്ടി അടിപൊളിയാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നേരെ നമ്മുടെ ഫേസിലോട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യുക. മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ക്ലെൻസർ ഉപയോഗിച്ച് നമുക്ക് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഫേസിൽ ഇതുപോലെ മസാജ് ചെയ്ത് വേണം തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മസാജ് ചെയ്ത് വേണം നമ്മൾ ഏതൊരു ഫേസ് പാക്കും നമ്മുടെ ഫേസിൽ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. സ്ക്രബ് ചെയ്യണമെന്നല്ല, മസാജ് ചെയ്യണം. സ്ക്രബ് ഡെയിലി നമ്മുടെ ഫേസിൽ ചെയ്യാനേ പാടില്ല. ആഴ്ചയിൽ 1-2 തവണ മാത്രമേ സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റനിങ് ആവാൻ വേണ്ടി അടിപൊളി സാധനമാണ്. 3 ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഫേസ് നന്നായിട്ട് ഗ്ലോ ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾക്ക് മുൾട്ടാണി മിൽറ്റിക്ക് പകരം ഓറഞ്ച് പീൽ പൗഡർ ആഡ് ചെയ്താലും നല്ലതാണ് കേട്ടോ. മുൾട്ടാണി മിൽറ്റിയാണ് ഒന്നും കൂടെ റിസൾട്ട് കിട്ടുന്നത്. ടാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അല്പം ഓറഞ്ച് പീൽ പൗഡറും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം പാലോ തൈരോ ഒക്കെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങളുടേത് നല്ല ഓയിലി ആണെങ്കിൽ അല്പം റോസ് വാട്ടർ ആഡ് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ മാത്രം. ഇതിൽ ഞാൻ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ തന്നെ നല്ല റിസൾട്ടാണ് കേട്ടോ.
ഒറ്റ യൂസ് തന്നെ നമുക്ക് ആ റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റും. 3 ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുക. അതിനുശേഷം ആഴ്ചയിൽ 1-2 തവണ മാത്രമായിട്ട് ഉപയോഗിക്കുക കേട്ടോ. അങ്ങനെ ഉപയോഗിച്ച് വരുമ്പോൾ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങളും മാറും. അതായത് നമ്മുടെ സ്കിൻ ടോണൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ കഴുത്തിൽ വേറെ കളർ, മുഖത്ത് വേറെ കളർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും, ചുണ്ടിന് ചുറ്റുമൊക്കെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറാൻ വേണ്ടി വളരെ നല്ലതാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കുക, നല്ല റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിക്കാം. ഒരു 1-2-3 ലെയറായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏറെ നല്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരി നമ്മൾ നേരത്തെ അരച്ചില്ലേ, അതുപോലെ അരി കുതിർത്ത് കുറച്ച് തോനെയും അരി കുതിർക്കാനിട്ടിട്ട് നമുക്ക് അരച്ച് ഫ്രിഡ്ജിൽ വെച്ച് 3-4 ദിവസമായിട്ട് എടുക്കാം കേട്ടോ. അതുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് അത് അബ്സോർവ് ആയിട്ടുണ്ട്, ഉണങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്താൽ ഒരു 15 മിനിറ്റ് അതിൽ കൂടുതലൊന്നും നമ്മുടെ ഫേസിൽ വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റും. നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. നന്നായിട്ട് നമ്മുടെ ഫേസ് ഗ്ലോ ആയിട്ടുണ്ട്. നല്ലൊരു ഗ്ലോ തന്നെ വരും കേട്ടോ. 3 ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഇരട്ടി ഗ്ലോ നമ്മുടെ ഫേസിൽ ഉണ്ടാവും, ഉറപ്പ് നൽകുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുഖക്കുരുവിൻ്റെയൊക്കെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ വേണ്ട പതുക്കെ ഇതുപോലെ വേണം നമ്മൾ കഴുകി കളയാൻ. ഒറ്റയടിക്ക് നമ്മൾ ചാടിക്കറി കഴുകുകയേ ചെയ്യരുത്. പതുക്കെ ഇതുപോലെ തുടച്ച് മാറ്റുകയാണ് നല്ലത് കേട്ടോ. നമ്മളെപ്പോഴും വാഷ് ചെയ്താലും പതുക്കെ ഇതുപോലെ തുടച്ച് മാറ്റുകയാണ് നല്ലത്. പിന്നെ ആഴ്ചയിൽ ഒരിക്കലാണ് നിങ്ങൾ ഇരുന്നെങ്കിൽ പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. നല്ല റിസൾട്ടുണ്ട്, നന്നായിട്ട് ചേഞ്ച് ഉണ്ട്. കാരണം എൻ്റെ നെക്കും ഫേസും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ട് തരുന്നൊരു ഫേസ് പാക്കാണ്. നമ്മൾ ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെയും യൂസ് ചെയ്യും. അത്രയ്ക്ക് റിസൾട്ടാണ് കേട്ടോ ഇതിൻ്റെ റിസൾട്ട്. നമ്മൾ ഫേസ് ഫുള്ളായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. നല്ല റിസൾട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പം മനസ്സിലാവും ആ ചേഞ്ച്. എൻ്റെ ഫേസും നെക്കും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫേസിൽ എന്തിട്ടാലും നെക്കിലിടാൻ മറക്കുകയേ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതിൽ ഒന്നും നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒന്നും തന്നെ ഇല്ല. പിന്നെ ആകെ ഉള്ളത് അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് നമ്മൾ നാച്ചുറലായിട്ടുള്ള അലോവേര ജെല്ല് എടുക്കുമ്പോൾ നിങ്ങൾക്ക് സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ചൊറിച്ചിലോ ഇറിറ്റേഷനോ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കണം കേട്ടോ. അത് സ്കിപ്പ് ചെയ്ത് തരിക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള അലോവേര ജെല്ല് കിട്ടും കേട്ടോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കുക. കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്